കിട്ടിപ്പോയടാ ലുട്ടാപ്പി, മറവിച്ചെടി കിട്ടി. എന്ത് ചെടി മറവി? അതേടാ മറവിച്ചെടി. ഇനി ഇതുകൊണ്ട് ഒരു മരുന്നുണ്ടാക്കണം, മറവി മരുന്ന്. മറവിക്കുള്ള മരുന്നാണെങ്കിൽ എനിക്കും വേണം. ഇപ്പം ഇടയ്ക്കിടെ കുന്തം എവിടെയെങ്കിലും വെച്ച് മറക്കും. അതല്ലടാ, എല്ലാം മറന്നു പോകാനുള്ള മരുന്നാ. ലഘു ലഘു ഫിംഫോം ഗുളു ഗുളു ഫിംഫോം ഗുൽഗുലു ഫിംഫോം ഫിംഫോം. ഹിഹിഹി, ഒത്തടാ ഒത്തു. ഒന്നാന്തരം മറയുമരുന്നിന്റെ മണം വരുന്നുണ്ട്. നീ പോയി നല്ലൊരു കുപ്പി കൊണ്ടുവാ. അതെന്തിനാ കുപ്പി? എടാ, നമ്മളിത് കുപ്പിയിലാക്കി രാജുവിനും രാധയ്ക്കും കൊടുക്കും. എപ്പടി? അവരത് കുടിക്കും, പിന്നെ എല്ലാം മറക്കും. ഉഗ്രൻ. പറ്റിയ കുപ്പി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം, വൈകാതെ. ദാ പിടിച്ചോ. ഫേഷ്, കോളയുടെ കുപ്പി. പിള്ളേര് കോളയെന്ന് കരുതി കുടിച്ചോളും. അപ്പോൾ മറ്റൊരിടത്ത് ഡാഗിനി. രാവിലെ വൈദ്യര ഒന്ന് കണ്ടു കളയാം, നടുവിനൊരു പിടുത്തം. പെട്ടെന്ന് മുമ്പിൽ, എന്റെ അമ്മോ, ഇവന്റെ നോട്ടം അത്ര മന്തിയല്ലോ. അടുത്ത നിമിഷം, അയ്യോ ചതിച്ചോ, അയ്യോ അമ്മേ. ഓടിക്കല്ലേടാ, നടുവിന് വേദനയാ പോത്തേ. ഹോ, നടുവിന് വയ്യ, അല്ലെങ്കിൽ ഞാനിങ്ങ് ഇറങ്ങി വന്ന ഒരു കീറങ്ങ് വെച്ച് തന്നേനെ. അല്ല പിന്നെ. ഇതെന്തായി കാണുന്നത്? കിട്ടിപ്പോയി. കണ്ണ് തുറക്കടാ ചാത്ത. ഹി അങ്ങനെ മായാവി കുപ്പിയിലായി. ഇനി ചലോ കുട്ടൂസൻ ഹൗസ്. ആ പോത്തിനെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇതെന്താ, കോളയാണോ കുട്ടൂസൻ കഴിക്കുന്നത്? കുറെ നാളായി ഇത്തിരി കോള കുടിക്കണമെന്ന് വിചാരിക്കുന്നു. ചതിച്ചോ? വേണ്ട, കുടിക്കല്ലേ. നീ ഏതാ ഉണ്ടാക്കണ്ട, നിനക്ക് ഇതിരിക്കട്ടെ. ഡാഗിനി, ദേ മായാവി പോണു. താനാരാ കിളവാ? ഇവന്റെ അപ്പൂപ്പനോ? മൊട്ടത്തലയാ നിന്നെ ഞാൻ. അയ്യോ, ഡാഗിനി എല്ലാം മറന്നേ. അങ്ങനെ മായാവി പിന്നെയും രക്ഷപ്പെട്ടു.